പള്ളിക്കൂദാശക്കാലം രണ്ടാം ശനി. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ആരാണ് വലിയവൻ? മനുഷ്യരായി ജനിച്ചവർ ആരും തന്നെ യേശുവിനോളം വലുതല്ല. കാരണം അവൻ ദൈവത്തിൽ നിന്നും പുറപ്പെട്ടു വന്നിരിക്കുന്നു. ആണിയിടരുത്. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനമാണ്, ഭൂമി അവന്റെ പാദപീഠമാണ്. ശിരസിലെ ഓരോ മുടിയെയും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 35 വരെ പറയുന്നു. അത്രയേറെ അദേശത്വമുള്ള ദൈവം തന്നെയായ യേശു ചോദിക്കുന്നു, ആരാണ് വലിയവൻ? ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? ഞാൻ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. ലൂക്കാ 22-ാം അധ്യായം 27-ാം വാക്യം പറയുന്നു. ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത മൂലത്തിന്റെ കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസന്റെ രൂപം സ്വീകരിച്ചു എന്ന് ഫിലിപ്പി 2:6 പറയുന്നു. എന്നിട്ടും ഒന്നുമല്ലാത്ത നാം ഇല്ലാത്ത അധികാരം ചമഞ്ഞ് നമ്മെ തന്നെ സ്വയം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. നിനക്ക് എന്ത് മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ അഹങ്കരിക്കുന്നതിന് എന്ന് കൊറിന്തോസ് 1:4 പറയുന്നു. ആമേൻ.